വെൻ ഐ ഫ്ലൈ ടുവേർഡ്സ് യു എന്ന ഡ്രാമയുടെ 8ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് റാങ്കിൻ്റെ അങ്കിൾ സായിയെ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. വീട്ടിൽ ചെന്ന് പഠിച്ചതിന് വഴക്ക് പറയാനായിരിക്കുമെന്നാണ് അവൾ കരുതിയത്. പക്ഷേ അവൾക്കൊപ്പം പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം അവൻ്റെ ഇംഗ്ലീഷ് കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. കുറച്ചുകൂടി നന്നായി അവനെ ശ്രദ്ധിക്കണമെന്നൊക്കെ പറയാനായിരുന്നു അദ്ദേഹം വിളിപ്പിച്ചത്. അവൾ സന്തോഷത്തോടെ സമ്മതിക്കുന്നു. അവൾ തിരിച്ച് ക്ലാസ്സിൽ ചെന്നിട്ട് ജിയോട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ന് സ്കൂൾ വിട്ടപ്പോഴും അവൾ റാങ്കിനൊപ്പം പഠിക്കാൻ പോകുന്നത് കൊണ്ട് ജിയ തനിച്ചാണ് വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയത്. അവൾ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു കുട്ടി വന്ന് അവളുടെ ഡ്രസ്സിന് പുറകിൽ അഴുക്ക് പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. അവളുടെ കൈവശം പാഡ് ഉണ്ടായിരുന്നില്ല. ആ കുട്ടിയുടെ കയ്യിലും ടിഷ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവൾക്ക് നൽകിയിട്ട് ആ കുട്ടിയും പോകുന്നു. ജിയ ബാഗിൻ്റെ വള്ളിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ഇരുന്നുണ്ടെങ്കിലും വരാതയിൽ കുറേ കുട്ടികൾ ഉണ്ടായിരുന്നതിനാൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ ജിയ ആകെ വിഷമിച്ചു നിന്ന സമയത്താണ് ഖുർആൻ അതുവഴി വന്നത്. അവനെ കണ്ടപ്പോൾ അവൾക്ക് കുറച്ച് ആശ്വാസം വന്നുണ്ടെങ്കിലും എങ്ങനെ അക്കാര്യം അവനോട് പറയണമെന്നറിയാതെ നിന്ന് പരുങ്ങുന്നു. അവളുടെ നിൽപ്പ് കണ്ടപ്പോഴേ അവന് കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അവളോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അവൻ എങ്ങോട്ടോ ഓടിപ്പോകുന്നു. അവൻ ബാസ്കറ്റ്ബോൾ കളിക്കാൻ പോവുകയാണെന്ന് അവൾ വിചാരിക്കുന്നതിനാൽ അവനത് കഴിഞ്ഞിട്ട് വരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്താൽ ഒരുപാട് ലേറ്റാക്കുമെന്ന് കരുതി അവൾ തനിയെ വീട്ടിലേക്ക് പോകുന്നു. റോഡിലൂടെ പരിങ്ങി നടക്കുമ്പോഴാണ് ഷായു സൈക്കിളിൽ അതുവഴി വന്നത്. അവളുടെ നടപ്പ് കണ്ടപ്പോൾ എന്ത് പറ്റിയെന്ന് അവൻ അന്വേഷിക്കുന്നു. അവനോടും എന്ത് മറുപടി പറയണമെന്നറിയാതെ അവൾ ആകെ പരുങ്ങുന്നുണ്ട്. അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ അവനും കാര്യം മനസ്സിലാകുന്നതിനാൽ അവളെ സൈക്കിളിൽ വീട്ടിലേക്ക് വിടാമെന്ന് പറഞ്ഞ് പുറകിൽ കയറ്റി കൊണ്ടുപോകുന്നു. ഒരു പാലത്തിന് മുകളിലൂടെയാണ് അവർക്ക് പോകേണ്ടിയിരുന്നത്. അവിടെ എത്തിയ സമയത്ത് അവൾ ഫോൺ എടുത്ത് അവൻ്റെ ഫോട്ടോ എടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അവൾ സൺസെറ്റിൻ്റെ ഫോട്ടോയാണ് എടുക്കുന്നതെന്ന് കരുതി അവൻ സൈക്കിൾ നിർത്തി കൊടുത്തിട്ട് ഫോട്ടോ എടുത്തോളാൻ പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത ശേഷമാണ് പോയത്. അടുത്ത ദിവസമായിരുന്നു അവരുടെ സ്കൂൾ ആനിവേഴ്സറി. അന്നാണ് ഡ്രാമ ക്ലബിൻ്റെ നാടകം. സായി സിൻഡ്രല്ലയുടെ വേഷത്തിൽ ഒരുങ്ങി വന്നപ്പോൾ എല്ലാവരും വളരെ സുന്ദരിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളെ അഭിനന്ദിക്കുന്നു. റാങ്ക് പോലും കണ്ടെടുക്കാതെ അവളെ നോക്കി നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡിയായി കഴിഞ്ഞിട്ടും പ്രിൻസിന്റെ വേഷം അഭിനയിക്കുന്ന ഷായു എത്തിയിട്ടില്ല. ഖുർആൻ അവനെ അന്വേഷിച്ച് പോകുന്നുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചു വന്നിട്ട് ഷായുവിന് രാവിലെ സ്കൂളിലേക്ക് വരുന്ന വഴി സൈക്കിളിൽ നിന്ന് വീണെന്തോ പരിക്ക് പറ്റി, ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് ഇത് നാടകത്തിന് എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നറിയിക്കുന്നു. ആ അവസാന നിമിഷത്തിൽ മറ്റൊരു പ്രിൻസിനെ എവിടെ നിന്ന് കണ്ടെത്താനാണ്, ഒരാളെ കൂടി ഡയലോഗ് പഠിപ്പിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ വിഷമിക്കുന്നു. അപ്പോഴാണ് സായിക്കൊപ്പം റിഹേഴ്സൽ നടത്താൻ വേണ്ടി റാങ്ക് ഡയലോഗ് മുഴുവൻ പഠിച്ചിരുന്ന കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. അങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞ് അവൻ പ്രിൻസ് ആകുന്നു. സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് ജിയ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന കണ്ട് ഖുർആൻ അവളുടെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നു. അവളുടെ ടെൻഷൻ മാറ്റാൻ അവൻ തന്നെ ഒരു ടിപ്പും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓഡിയൻസിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ക്യാബേജുകളാണെന്ന് കരുതിയാൽ മതി, ക്യാബേജുകളുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ പേടിക്കേണ്ട കാര്യമില്ലെന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ റിലാക്സ് ചെയ്യിക്കുന്നു. അത് അവൾക്കും ശരിക്കും പ്രയോജനപ്പെടുന്നുണ്ട്. നാടകം നന്നായി തന്നെ അവർ അവതരിപ്പിക്കുന്നു. സായി ആഗ്രഹിച്ചതുപോലെ റാങ്ക് തന്നെ അവളുടെ പ്രിൻസ് ആയിരിക്കുന്നു. ഖുർആന് നാടകത്തിൽ റോളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ ഓഡിയൻസിൻ്റെ ഇടയിലിരുന്ന് ഫോണിൽ അതിൻ്റെ വീഡിയോ എടുക്കുകയാണ്. ഫെങ്ങിൻ്റെ മുത്തശ്ശിയെ കാണിക്കാനാണെന്ന് പറഞ്ഞാണ് അവനത് എടുക്കുന്നത്. അവൻ്റെ അടുത്തിരുന്ന ബോയ്സ് ജിയയുടെ പെർഫോമൻസ് കണ്ട് അവൾ നല്ല ക്യൂട്ടായിട്ടുണ്ട്, അവളുടെ കോൺടാക്ട് നമ്പർ തരുമോ എന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവൻ വലിയ പരിചയമില്ലാത്തതുപോലെ ഇരിക്കുന്നു. റാങ്കിനൊപ്പം പെർഫോം ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലായിരുന്നു സായി. നാടകം കഴിഞ്ഞപ്പോൾ അവൾ അവനെ ഒരു ജെല്ലിയൊക്കെ നൽകുന്നുണ്ട്. അവൻ പതിവില്ലാതെ മുഖത്തേക്ക് നോക്കാൻ പഠിച്ച് അവോയ്ഡ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് അവൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നു. എന്നെ കാണാൻ ഇന്ന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് അവൻ കഴുത്തിൽ തടകുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. കള്ളമാണ് പറയാൻ പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. കുഴപ്പമില്ല എന്നാണ് അവൻ പറഞ്ഞത്. അത് കേട്ടപ്പോൾ കള്ളമാണെന്ന് അറിയാവുന്നത് കൊണ്ട് അവൾ ചിരിക്കുന്നു. അവൻ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോകാൻ തുടങ്ങുമ്പോഴാണ് ഫെങ്ങും ബാക്കിയുള്ളവരും കൂടി വന്നിട്ട് ആ വേഷത്തിൽ ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ അവരെ രണ്ടുപേരെയും കൂടി നിർത്തി അവർ ഫോട്ടോ എടുക്കുന്നു. ഫെങ് അന്ന് രാത്രി ഖുർആൻ എടുത്ത വീഡിയോ മുത്തശ്ശിയെ കാണിച്ചു കൊടുക്കുന്നു. കൊച്ചുമകൻ്റെ പെർഫോമൻസ് അത്ര കണ്ടിട്ടും മുത്തശ്ശിക്ക് മതിയാകുന്നില്ല. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് അവനോട് ഓരോന്ന് പറയുന്ന കൂട്ടത്തിലാണ് ഒരു ഭാഗം കഴിഞ്ഞപ്പോൾ മുതൽ അവൻ നിന്നെയാണല്ലോ ശ്രദ്ധിച്ചിരിക്കുന്നത്, ഇത് മറ്റാർക്കെങ്കിലും വേണ്ടി എടുത്ത വീഡിയോ ആണോ എന്ന് മുത്തശ്ശി ചോദിച്ചത്. അവൻ അപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്. ഒരു ഭാഗം തൊട്ട് ആ വീഡിയോയിൽ ജിയെ കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നു ഖുർആൻ എടുത്തിരുന്നത്. അവനും വീട്ടിലിരുന്നത് കണ്ട് രസിക്കുകയായിരുന്നു. ഈ സമയം അടുത്തിരുന്ന ഫ്രണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അവൾ വളരെ ക്യൂട്ടാണെന്ന് അവനും തോന്നുന്നു. അവൻ പോലും അറിയാതെ അവന് അവളോട് ക്രഷ് തോന്നി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ അത് അംഗീകരിക്കാൻ മടിയുള്ളതുപോലെ ഞാനെന്തിനാണ് അവളെയും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ ഫോൺ മാറ്റി വെക്കുന്നുണ്ട്. അടുത്ത ദിവസം വൈകിട്ട് അവർ സ്കൂൾ വിട്ടു പോകുമ്പോൾ കുറേ ബോയ്സ് സായിയുടെ ചുറ്റും കൂടി അവളോട് സംസാരിക്കുന്നതും അവളുടെ വീച്ചാറ്റ് ഐ ഡി ചോദിക്കുന്നതും ഒക്കെ അവർ കാണുന്നു. അന്ന് പകൽ സമയത്തും അവളെ കാണാൻ വേണ്ടി ക്ലാസ്സിൽ ബോയ്സിൻ്റെ തിരക്കായിരുന്നു. നാടകം കഴിഞ്ഞതോടെ അവൾ ആകെ പോപ്പുലർ ആയിരിക്കുകയാണ് എന്നൊക്കെ ജി അവരോട് പറയുന്നുണ്ട്. നിന്റെ സിൻഡ്രല്ലെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുമെന്നാണ് തോന്നുന്നത്, നിനക്ക് അസൂയം തോന്നില്ലേ എന്ന് ഫെങ് റാങ്കിനോട് ചോദിക്കുന്നു. ഞാൻ എന്തിനാണ് അസൂയപ്പെടുന്നതെന്ന് ചോദിച്ച് അവൻ ജാടയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ബസ്സിറങ്ങി ഒരുമിച്ച് വീട്ടിലേക്ക് നടക്കുന്ന സമയത്ത് ആ പയ്യൻ വീച്ചാറ്റ് ഐ ഡി ചോദിച്ചതിനെ കുറിച്ച് സായി അവനോട് സംസാരിക്കുന്നു. നീ എന്താണ് ഇതിപ്പോൾ എന്നോട് പറഞ്ഞത് എന്നവൻ ചോദിക്കുന്നുണ്ട്. വെറുതെ പറഞ്ഞതേ ഉള്ളൂ, ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ സ്റ്റുഡൻ്റ് അല്ലേ, നന്നായി പഠിക്കണമെന്നല്ലേ നീ എന്നോട് എപ്പോഴും പറയാറുള്ളത്, അതുകൊണ്ട് ഞാൻ മറ്റൊന്നിൽ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അന്ന് രാത്രി അവൻ്റെ ഏതോ ഫ്രണ്ട്സും അവനോട് അവളുടെ നമ്പർ ചോദിക്കുന്നു. അവൻ അപ്പോൾ തന്നെ അവൾക്ക് അതിനെക്കുറിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നിട്ട് നീ നമ്പർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് അവൾ ചോദിച്ചപ്പോൾ അവൻ റിപ്ലൈ നൽകുന്നില്ല. ഞാൻ തന്നെ അതിൻ്റെ മറുപടി നൽകാം, നമ്പർ കൊടുക്കണ്ട, നല്ല കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാതെ നീ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത് എന്നവൾ മെസ്സേജ് അയക്കുന്നു. അവളുടെ റിപ്ലൈ കണ്ടപ്പോൾ അവൻ ചിരിക്കുന്നുണ്ട്. ജി അടുത്ത ദിവസം ഷായുവിനെ കാണാനായി ഹോസ്പിറ്റലിൽ പോകുന്നു. പക്ഷേ മുറിയിലേക്ക് കയറാതെ അവൾ അതിന് മുന്നിൽ ആകെ ടെൻഷൻ അടിച്ച് നിന്നേ ഉള്ളൂ. അപ്പോഴാണ് ഖുർആൻ എത്തിയത്. അവളുടെ നിൽപ്പ് കണ്ടിട്ട് നിനക്ക് ഇത്ര പേടിയുള്ള കൂട്ടത്തിലായിരുന്നു എന്ന് ചോദിച്ച് അവൻ കളിയാക്കുന്നു. പേടി ഉണ്ടായിട്ടൊന്നുമല്ല, എല്ലാവരും കൂടി വന്നിട്ട് ഒരുമിച്ച് കയറാമെന്ന് കരുതി നിൽക്കുകയാണ് എന്നവൾ പറയുന്നു. ബാക്കിയുള്ളവർ കൂടി വന്നിട്ടാണ് അവർ അകത്ത് കയറിയത്. അവനെ കാണാൻ ത്രില്ലടിച്ച് വരുന്നതിൻ്റെ ഇടയിൽ ഒന്നും വാങ്ങിക്കൊണ്ട് വരുന്ന കാര്യം ജിയ ഓർത്തിരുന്നില്ല. ബാക്കി എല്ലാവരും ഓരോന്ന് കൊണ്ടുവന്നിരിക്കുന്ന കണ്ട് അവൾ കുറച്ച് മൂഡ് ഓഫ് ആക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് ഖുർആൻ അവൻ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് അവൾ കൊണ്ടുവന്നാണെന്ന രീതിയിൽ ഷായുവിനോട് പറയുന്നു.
താനില്ലായിരുന്നെങ്കിലും നാടകം നന്നായി അവതരിപ്പിച്ചതിനും ഫസ്റ്റ് പ്രൈസ് വാങ്ങിയതിനുമൊക്കെ ഷായു അവരെ അഭിനന്ദിക്കുന്നു. നാടകത്തിന് വേണ്ടി റെന്റിനെടുത്ത കുറേ സാധനങ്ങൾ തിരികെ നൽകാനുള്ള ഉത്തരവാദിത്തം അവൻ ഖുറാനെ ഏൽപ്പിക്കുന്നു. നേരത്തെ ഫ്രൂട്ട്സിന്റെ കാര്യത്തിൽ അവൻ സഹായിച്ചതിന് പകരമെന്നോണം ആ സാധനങ്ങളൊക്കെ തിരികെ നൽകാൻ അവൻ്റെ ഒപ്പം താൻ കൂടി ചെല്ലാമെന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ജിയെ പറയുന്നു. അങ്ങനെ അവർ ഒരുമിച്ചാണ് അത് തിരികെ കൊടുക്കാൻ പോയത്. അവർ രണ്ടു വഴിക്കാണ് സാധനങ്ങളുമായി പോയത്. അതിനുശേഷം ഖുറാൻ അവൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത സമയത്ത് മുമ്പ് ബാസ്കറ്റ്ബോൾ കോർട്ടിൽ വെച്ച് അവരുമായി ഇഷ്യൂ ഉണ്ടായ രണ്ട് പയ്യന്മാരെ അവനെ കാണുന്നു. അവനെ തനിച്ച് കിട്ടിയത് കൊണ്ട് പകരം ചോദിക്കാനായി അവന്മാർ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഖുറാൻ ആദ്യം അവരെ മനസ്സിലായതുപോലുമില്ല. പറഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്നത്. പ്രശ്നമുണ്ടാക്കാതെ ഒഴിഞ്ഞു പോകാൻ അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് വിടാൻ ഉദ്ദേശമില്ല. അങ്ങനെ ഫൈറ്റിനുള്ള സീൻ അടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജിയെ അവിടെ എത്തിയത്. സീൻ കണ്ടപ്പോൾ അവൾ കാര്യങ്ങൾ ഏകദേശം ഊഹിക്കുന്നു. അവനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവൾ മുന്നിൽ കയറി നിൽക്കുന്നു. അവളുടെ നിൽപ്പ് കണ്ട് ഖുറാൻ പോലും ചിരി വരുന്നുണ്ട്. നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു പെണ്ണിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അവന്മാർ ഖുറാനെ കളിയാക്കിയിട്ട് അവളെ വെല്ലുവിളിക്കുന്നു. ജിയെ ഒരു ഗുണ്ടയെ പോലെ ഷർട്ടിന്റെ കൈയൊക്കെ മടക്കി കയറ്റിയിട്ട് എനിക്ക് ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയിട്ട് 2 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. പ്രാക്ടീസ് ചെയ്യാൻ ഒരു സ്ഥലമില്ലാതെ ഞാൻ ആകെ വിഷമിക്കുകയായിരുന്നു. ഇവിടെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ ഇടിക്കാൻ തയ്യാറെടുക്കുന്നു. അവളുടെ നിൽപ്പും ഭാവമൊക്കെ കണ്ടപ്പോൾ അവൾ പറയുന്നത് സത്യമായിരിക്കുമെന്ന് അവർ വിചാരിക്കുന്നു. അങ്ങനെ വലിയ ജാടയിട്ട് നിന്നിട്ട് പെട്ടെന്ന് ഓഫീസർ ഇവന്മാരാണ് ആളുകൾ എന്ന് അവരുടെ പുറകിലേക്ക് നോക്കി അവൾ ഉറക്കെ വിളിച്ച് പറയുന്നു. ഏതോ പോലീസ് ഓഫീസർ വരികയാണെന്ന് കരുതി അവന്മാർ തിരിഞ്ഞു നോക്കുന്നു. ആ തക്കത്തിന് അവൾ ഖുറാന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടുന്നു. കുറച്ച് മുന്നോട്ട് ഇരുന്നപ്പോൾ അവൻ അവളുടെ പിടി മാറ്റിയിട്ട് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നിൽ കയറി ഓടുന്നുണ്ട്. രണ്ടുപേരും കൂടി അവന്മാരുടെ കണ്ണു വെട്ടിച്ച് ഒരിടത്ത് ഒളിച്ചു നിന്ന് തൽക്കാലം രക്ഷപ്പെടുന്നു. സേഫായി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നീ പറഞ്ഞ ബ്ലാക്ക് ബെൽറ്റ് എന്താണെന്ന് ഖുറാൻ ചോദിക്കുന്നു. അപ്പോൾ അവന്മാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു പഞ്ചിന് പറഞ്ഞതാണ്. എന്തായാലും സംഗതി ഓക്കെ ആയില്ല എന്ന് പറഞ്ഞ് അവൾ ചിരിക്കുന്നുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് സായി എന്ന് റാങ്കിനൊപ്പം മക്കുറയും കാണാൻ പോകുന്നു. അവനവിടെ ആദ്യമായിട്ടാണ് വരുന്നത് എന്നറിഞ്ഞപ്പോൾ ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് ഞാൻ ടൂർ ഗൈഡ് ആക്കാം എന്ന് പറഞ്ഞ് അവൾ അവിടെ കണ്ട മീനിനെ കുറിച്ചൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുന്നു. പക്ഷേ കുറച്ച് ചെറിയ കുട്ടികളെയും കൊണ്ടുവന്ന ടീച്ചർ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടപ്പോൾ അവൾ പറയുന്നതൊക്കെ പൊട്ടത്തരമാണെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. അവൾ ആകെ ചമ്മുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും മീനുകളെ ശ്രദ്ധിക്കുന്നു. വലിയൊരു മീൻ അതുവഴി പോകുന്നത് കണ്ടപ്പോൾ അത് വളരെ ക്യൂട്ടായിട്ടുണ്ട്. ഇതിനെ കറി വെച്ചാൽ ഒരു പാത്രം നിറയെ കാണും എന്നൊക്കെ അവൾ പറയുന്നു. പ്രകൃതി സ്നേഹം വളർത്താൻ കുട്ടികളെയും കൊണ്ടുവന്ന ടീച്ചർ അവൾ പറയുന്നത് കേൾക്കാതിരിക്കാൻ വേഗം അവരുടെ ചെവി ഒത്തുന്നുണ്ട്. പക്ഷെ അത് കേട്ട കൂട്ടത്തിൽ ഒരു കുട്ടി ആ ചേച്ചി മീനിനെ കൊല്ലാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കരയാൻ തുടങ്ങുന്നു. റാങ്ക് ഇടപെട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അവർ വീണ്ടും അവിടെ ചുറ്റിക്കറങ്ങുമ്പോഴാണ് ആ കുട്ടി ടീച്ചറെ അടുത്ത് നിന്ന് വേർപെട്ട് റാങ്കിന്റെ അടുത്തെത്തി തിരിച്ചു കൊണ്ടാക്കാൻ അവന്റെ സഹായം ചോദിച്ചത്. അവന് സായിയും കൂടി ടീച്ചറെ അന്വേഷിച്ച് പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്നതിൽ കുട്ടിക്ക് നേരത്തെ ഉണ്ടായിരുന്ന പിണക്കമൊക്കെ അവൾ മാറ്റിയെടുക്കുന്നു. അവനെ തിരിച്ചു കൊണ്ടെത്തിച്ചതിന് ടീച്ചർ അവർക്ക് അക്വരത്തിന്റെ ഗിഫ്റ്റായ ഒരേപോലെയുള്ള 2 കീച്ചനുകൾ നൽകുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ നേരത്തെ നീ ആ കുട്ടിയുടെ കൈയും പിടിച്ച് നടക്കുന്നത് കണ്ടപ്പോൾ 10 വർഷം കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ ആലോചിച്ചു പോയി എന്നവൾ അവനോട് പറയുന്നു. അതിന്റെ മറുപടി അവൻ വളരെ സീരിയസ് ആയി നോക്കുന്നത് കണ്ടപ്പോൾ അവളൊന്ന് പേടിച്ചതാണ്. അപ്പോഴാണ് കുട്ടികൾ പറയുന്ന ആരും കാര്യമാക്കാറില്ലല്ലോ എന്ന് പറഞ്ഞ് അവളെ കളിയാക്കിക്കൊണ്ട് അവനത് തമാശയാക്കി വിട്ടത്. അവൾ സന്തോഷത്തോടെ ഒരു കീച്ചേൻ അവന് നൽകുന്നുണ്ട്. സ്കൂൾ യൂണിഫോം അല്ലാതെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെയുള്ള സാധനമാണിത് എന്ന് പറഞ്ഞ് അന്ന് രാത്രി അവൾ അത് എപ്പോഴും കാണാൻ പറ്റുന്ന വിധത്തിൽ തൻ്റെ പൗച്ചിൽ തൂക്കിയിടുന്നുണ്ട്. അടുത്ത ദിവസം മുതൽ സ്കൂളിൽ ഫുൾ ടൈം ലോകാവസാനത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. എല്ലാവർക്കും അവരവർക്ക് തോന്നിയ പോലെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇതിനിടയിൽ ഇവർക്ക് കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴാണ് ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ദിവസം. അന്ന് റാങ്കിനൊപ്പം പഠിക്കാൻ ചെന്നപ്പോൾ അതിനെക്കുറിച്ച് അവൻ്റെ അഭിപ്രായം എന്താണെന്ന് സായി അവനോട് ചോദിക്കുന്നു. അവൻ പക്ഷെ അതൊന്നും വിശ്വാസമുള്ള കൂട്ടത്തിലല്ല. അഥവാ ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റിയില്ല എന്നോർത്തായിരിക്കും നീ ഏറ്റവും കൂടുതൽ ദുഃഖിക്കാൻ പോകുന്നതെന്ന് അവൾ ചോദിക്കുന്നു. കുറച്ചുകൂടി നേരത്തെ ഈ സ്കൂളിലേക്ക് വരാൻ പറ്റിയില്ല എന്നോർത്തായിരിക്കും എന്നവൻ പറഞ്ഞപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ്. കുറെ കൂടി മുമ്പേ നിന്നെ പരിചയപ്പെടേണ്ടതായിരുന്നു എന്നോർത്തായിരിക്കും ഞാനും വിഷമിക്കാൻ പോകുന്നതെന്ന് അവൾ പറയുന്നു. എന്നാലും സാരമില്ല, ഇനിയാണെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് എന്നുകൂടി അവൾ പറയുന്നു. എക്സാമിന് പോകുന്നതിന്റെ തലേദിവസം ജിയ സായിയുടെ വീട്ടിലാണ് കിടന്നത്. രാവിലെ രണ്ടുപേരും കൂടി ഒരുമിച്ച് സ്റ്റേഷനിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അച്ഛൻ കൊണ്ടുവിടുന്ന കാര്യം പറഞ്ഞെങ്കിലും ട്രെയിൻ 10 മണിക്കാണ്. ഞങ്ങൾ തനിച്ച് പോയിക്കൊള്ളാമെന്ന് സായി പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സമ്മതിക്കുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ ഇത് റാങ്കിനൊപ്പം ഉള്ള എൻ്റെ ആദ്യത്തെ ട്രിപ്പായി കണക്കാക്കാമോ എന്ന് സായി ജിയോട് ചോദിക്കുന്നു. ട്രെയിനിലുള്ള ബാക്കി 100 കണക്കിന് മനുഷ്യരെയൊന്നും മനുഷ്യരായിട്ട് നിനക്ക് ഫീൽ ചെയ്യുന്നില്ല എന്ന് ചോദിച്ച് അവൾ കളിയാക്കുന്നുണ്ട്. നിനക്കൊട്ടും ത്രില്ലല്ലോ എന്ന് സായി പരാതി പറഞ്ഞപ്പോൾ ഞാനെന്തിനാണ് ത്രില്ലടിക്കുന്നത്, ഷായു വരുന്നില്ലല്ലോ എന്നവൾ പറയുന്നു. അവൾ ഷായുവിന് നൽകാൻ വേണ്ടി ബോട്ടിൽ നിറയെ പേപ്പർ സ്റ്റാർ റെഡിയാക്കിയിരുന്നല്ലോ, അതെപ്പോഴാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സായി അവളോട് ചോദിക്കുന്നു. പറ്റിയ അവസരം ഇതുവരെ ഒത്തില്ല, ഞാൻ കൊടുക്കുമ്പോൾ അവൻ റിജക്റ്റ് ചെയ്താൽ എന്ത് ചെയ്യുമെന്ന് ജിയ ആകാംക്ഷയോടെ ചോദിക്കുന്നു. എന്ത് ചെയ്യാനാണ്, വീണ്ടും കൊടുത്തു നോക്കണമെന്ന് സായി സിമ്പിളായി പറയുന്നുണ്ട്. എന്തായാലും കഥയൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഉറങ്ങിയപ്പോൾ ഒരു സമയമായി. അടുത്ത ദിവസം ട്രെയിൻ വിടാറായിട്ടും അവരെ കാണാത്തതിനല്ല റാങ്കും ഖുറാനും രണ്ടുപേരുടെയും ഫോണിലേക്ക് മാറി മാറി വിളിക്കുന്നുണ്ടെങ്കിലും അവർ എടുക്കുന്നില്ല. 9:50 ആയപ്പോഴാണ് ജിയ ഉണർന്നത്. 10 മണിയുടെ ട്രെയിനാണ് അവർക്ക് പോകേണ്ടത്. അവൾ വേഗം സായിയെ വിളിച്ചുണർത്തുന്നു. സായി വേഗം ബെഡിൽ നിന്ന് ചാടി ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോൾ ഇനി ഈ വിഷയത്തിലാണ് പോകുന്നതെന്ന് ജിയ ചോദിക്കുന്നു. അതോടെ അവൾ തിരിഞ്ഞിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ട്രെയിൻ കിട്ടില്ല, ബസ്സിന് പോകാമെന്ന് ജിയ പറയുന്നു. എങ്കിൽ പിന്നെ കുറച്ചുകൂടി ഉറങ്ങിയേക്കാമെന്ന് പറഞ്ഞ് സായി വീണ്ടും ബെഡിലേക്ക് കിടക്കുന്നുണ്ട്. ജിയ ഖുറാന് മെസ്സേജ് അയച്ചിട്ടാണ് കിടന്നത്. ബസ്സിൽ കയറിയ ശേഷമാണ് സായി റാങ്കിന് മെസ്സേജ് അയച്ചത്. അവർ ബസ്സിലാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ എത്ര നേരം ഇരിക്കണമെന്ന് അറിയാമോ എന്ന് അവൻ ചോദിക്കുന്നു. 7 മണിക്കൂർ യാത്രയുണ്ടെന്ന് ജിയോട് ചോദിച്ചപ്പോഴാണ് അവൾ അറിയുന്നത്. അത്രയും സമയം ഇതിൽ കുത്തിരിക്കണമല്ലോ എന്നോർത്ത് അവൾ വിഷമിക്കുന്നു. ഇപ്പോൾ തന്നെ ഉറങ്ങാൻ തുടങ്ങിക്കോ, ഉറക്കം കഴിയുമ്പോഴേക്കും അങ്ങ് എത്തും എന്ന് പറഞ്ഞ് ജിയ സമാധാനിപ്പിക്കുന്നു. റാങ്കിനൊപ്പമുള്ള ഫസ്റ്റ് ട്രിപ്പ് മിസ്സായല്ലോ എന്നോർത്ത് ആയിരുന്നു സായിക്ക് ഏറ്റവും കൂടുതൽ വിഷമം. ഇനിമേലിൽ ഞാൻ അലാറം വെക്കാൻ മറക്കില്ല എന്നവൾ വിഷമത്തോടെ പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.